ശാസ്താംകോട്ടയിലെ ഈ വാനരന്മാരുടെ തർക്കങ്ങളിൽ നിന്ന് അവരുടെ വിശേഷങ്ങളിൽ നിന്ന് അവർ ഉണ്ടാക്കുന്ന ശല്യങ്ങളിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് കാൽനട യാത്രക്കാർക്ക് അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്ന മോട്ടോർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഇത്തരം മോട്ടോർ വാഹനങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. പിന്നാലെ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പും രംഗത്തെത്തി. ഹൈക്കോടതി പോലും ഇടപെട്ടിട്ടും നമ്മുടെ നിരത്തുകളിലെ കാൽനട യാത്രക്കാരുടെ അവസ്ഥ എന്താണ്? പൊതുജനം കഴുതയല്ല സാർ പരിശോധിക്കുന്നു. ഒരു കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ചു കിടക്കാൻ നിൽക്കുന്നത് കണ്ടാൽ തന്നെ മോട്ടോർ വാഹനങ്ങളിൽ എത്തുന്ന ആളുകൾ 3 മീറ്റർ മുൻപ് ഈ വാഹനം നിർത്തി നൽകണം. അതായത് സീബ്ര ലൈനിലൂടെ എപ്പോഴും കാൽനട യാത്രക്കാരനാണ് മുൻഗണന. എന്നാൽ ഇത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർക്ക് ഒരു മാറ്റവുമില്ല. കാൽനട യാത്രക്കാരൻ സീബ്ര ലൈനിൽ കാത്തുനിൽക്കുന്നത് കണ്ടാൽ എങ്ങനെ കൂടുതൽ വേഗത്തിൽ ഓടിച്ചു പോകാമെന്നാണ് മോട്ടോർ വാഹനം ഓടിക്കുന്ന ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത്. 3 മീറ്റർ മുൻപ് വാഹനം കാൽനട യാത്രക്കാർക്ക് വേണ്ടി നിർത്തി നൽകണമെന്നതൊക്കെ കടലാസിൽ മാത്രം. അപകടം സംഭവിക്കാതെ റോഡ് മുറിച്ചു കടക്കണമെങ്കിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യം വേണം. ഇനി ഫുട്പാത്തിലൂടെ നടക്കാമെന്ന് കരുതിയാലും മുഴുവൻ തടസ്സങ്ങളാണ്. ഫുട്പാത്ത് കയ്യേറി പാർക്കിംഗ്, റോഡുകൾ കയ്യേറിയുള്ള കച്ചവട സ്ഥാപനങ്ങൾ, റോഡിലേക്ക് കിടക്കുന്ന കേബിളുകൾ. എല്ലാവരും ഫുട്പാത്തിൽ കയറി വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ട്. ബസ്സിൽ വന്നവർക്കൊക്കെ ഇവിടെയൊക്കെ വൈകുന്നേരം ഭയങ്കര തിരക്കാണ്. അവിടെ കടന്നു പോകാനൊക്കെ പാടാം ഈ കച്ചവടത്തിൻ്റെ ഇതിൽ. അപ്പോൾ അവർ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാലും വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുകളാണ്. അല്ലെ, ഫുട്പാത്ത് നമുക്ക് നടന്നു പോകാനും ആൾക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഫുട്പാത്ത് ഇട്ടിരിക്കുന്നത്. അത് കോർപ്പറേഷൻ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ആൾക്കാർക്ക് അപകടം ഉണ്ടാവാനും അത് സൈഡിലോട്ടുള്ള ഓടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ അത് മനുഷ്യൻ ഓടയിൽ വീണ് ചാവും. ആ രീതിയിലാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. അതാണ് മാറാതുകൊണ്ട് അവരെ കട്ടിയിട്ട് വേണം പോരെ. ഫുട്പാത്തിൽ പിന്നെ അകത്തോട്ട് വെച്ച് പിന്നെ കച്ചവടം ചെയ്യാം. വെളിയിലോട്ട് വെച്ച് കച്ചവടം ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. നമ്മുടെ റോഡുകളിൽ അപകടങ്ങളിൽ മരിക്കുന്നതിൽ 28% കാൽനട യാത്രക്കാരാണ്. ഈ വർഷം മാത്രം 800-ലധികം കാൽനട യാത്രക്കാരാണ് റോഡ് അപകടങ്ങളിൽ മരിച്ചത്. ഇതിൽ തന്നെ 400-ലധികവും പ്രായമായവരാണ്. റോഡിൽ ബുദ്ധിമുട്ട് നേരിടുന്ന കാൽനട യാത്രക്കാർ കൂടുതലും പ്രായം ചെന്നവർ തന്നെ. ഇപ്പോൾ പഴയതുപോലെ ഇഷ്ടംപോലെ വണ്ടികൾ ഇറങ്ങിയാണ്. ഓരോ വീട്ടിൽ തന്നെ 3-4 കാറൊക്കെ ഉണ്ട്. ഓരോ മക്കൾക്ക് ഓരോ കാറ്. അത് റോഡിൽ ഇറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂല. അപ്പോൾ ഞങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഓടന്നൊക്കെ ശരിയാക്കി നമുക്ക് നടപ്പാത നല്ലവണ്ണം ശരിയാക്കി തരണം. സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. ഗതാഗത വകുപ്പ് നിയമം സെക്ഷൻ 184 പ്രകാരം 2000 രൂപ പിഴ ചുമത്താനും കഴിയും. റോഡുകളിലൂടെ ചീറിപ്പായാൻ വാഹനവുമായി ഇറങ്ങുന്നവർ ഓർക്കുക, ഇവിടം കാൽനട യാത്രക്കാർക്ക് കൂടി ഉള്ളതാണ്. നമ്മൾ ഈ കണ്ടവ തന്നെയാണ് ഇപ്പോഴും റോഡുകളുടെ അവസ്ഥ. ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ ഇതിലും ഭീകരാവസ്ഥയിലാണ് ഓരോ കാൽനട യാത്രക്കാരും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് റോഡുകളിലൂടെ നടക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ഇപ്പോഴും നിയമം പാലിക്കാതെ തന്നെയാണ് റോഡുകളിൽ വാഹനങ്ങൾ ചീറിപ്പായുന്നത്, ഫുട്പാത്തുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട അധികൃതരാകട്ടെ ഇപ്പോഴും ഇവയൊന്നും കണ്ട മട്ടുമില്ല. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സീബ്ര ലൈൻ കാണുമ്പോൾ സ്പീഡ് കൂട്ടുന്ന ചില ഡ്രൈവർമാരുണ്ട്. പക്ഷേ ഓർക്കുക, റോഡ് എന്ന് പറയുന്നത് കാൽനട യാത്രക്കാർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അത് വാഹനം ഓടിക്കുന്നവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സീബ്ര ലൈനുകൾക്ക് സമീപം വാഹനം നിർത്തി കാൽനട യാത്രക്കാർക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുകയാണ് വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് 1-2 പ്രതികരണങ്ങൾ, കുറച്ചധികം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ജോസ്വിൻ ജോസഫ് പറയുന്നു, റോഡിൽ സീബ്ര ലൈൻ ക്രോസ് ചെയ്യണേൽ ജീവൻ പണയം വെച്ച് വേണം, വണ്ടിക്കാർ കണ്ടമട്ടില്ല എന്ന കാര്യം. വിനീത് നാരായൺകുട്ടി പറയുന്നു, 4 ചക്ര വാഹനങ്ങൾ നിർത്തിയാലും ഇടതുഭാഗത്ത് നിന്ന് ബൈക്കുകൾ അപ്രതീക്ഷിതമായി കയറി വരുമെന്ന്. ഈ നിലയിലുള്ള പ്രതികരണങ്ങൾ, നിരവധി
പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.